പണിമുടക്ക് ഒരു ദിനം പിന്നിട്ടു. വാർത്താനിരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ദ്വിദിന പണിമുടക്ക് ഒരു ദിനം പിന്നിട്ടു. വിവിധ കേന്ദ്രങ്ങളിൽ സമരാനുകൂലികൾ ട്രെയിൻ തടഞ്ഞു. തളിപ്പറമ്പിൽ വൻ കഞ്ചാവ് വേട്ട. വാഹന പരിശോധനയ്ക്കിടെ കാറിൽ കടത്തുകയായിരുന്ന വൻ കഞ്ചാവ് ശേഖരവുമായി 2 പേരെ പോലീസ് പിടികൂടി. പരിയാരം മെഡിക്കൽ കോളേജ് പൂർണ്ണമായും സർക്കാർ മെഡിക്കൽ കോളേജ് ആക്കുന്നതിനുള്ള നിയമനിർമ്മാണം വൈകിയേക്കും. സഹകരണ നിയമത്തിലെ ചില നിബന്ധനകളാണ് തീരുമാനം വൈകിപ്പിക്കുന്നത്. അധ്യാപികയുടെ വീടിന് നേരെ ബോംബെറിഞ്ഞ സംഭവം. ബോംബ് സ്ക്വാഡ് സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചു. സംഭവത്തിന്റെ ദുരൂഹത കണക്കിലെടുത്ത് പ്രദേശത്ത് പോലീസ് സുരക്ഷ ശക്തമാക്കി. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലെ ബൈക്ക് പാർക്കിംഗ് ഷെഡ് മേൽക്കൂരയുടെ ഷീറ്റുകൾ കീറി നശിപ്പിച്ച നിലയിൽ. 3 ദിവസം മുൻപാണ് ഷെഡ് പുതുക്കിപ്പണിഞ്ഞത്. വാർത്തകൾ വിശദമായി നോക്കാം. കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ദ്വിദിന പണിമുടക്ക് ഒരു ദിനം പിന്നിട്ടു. വാഹന ഗതാഗതം പൂർണ്ണമായും നിലച്ചതോടെ പണിമുടക്ക് ഹർത്താലിന്റെ പ്രതീതിയിലായി. വിവിധ കേന്ദ്രങ്ങളിൽ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ട്രെയിൻ തടയുകയും ചെയ്തു. സംയുക്ത തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിലുള്ള പണിമുടക്ക് തിങ്കളാഴ്ച അർദ്ധരാത്രി ആരംഭിച്ചു. വരുന്ന 48 മണിക്കൂർ രാജ്യമൊട്ടാകെ പണിമുടക്ക് നീണ്ടുനിൽക്കും. തിരുവനന്തപുരം ഉൾപ്പെടെ പ്രധാന കേന്ദ്രങ്ങളിൽ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ട്രെയിനുകൾ തടഞ്ഞു. ഇതുകൊണ്ട് തന്നെ പല ട്രെയിനുകളും പുറപ്പെടേണ്ട സമയത്തിൽ നിന്നും വൈകിയാണ് പുറപ്പെട്ടത്. സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തിരുന്നു. തൊഴിലില്ലായ്മ പരിഹരിക്കുക, പ്രതിമാസ വരുമാനം 18,000 രൂപയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. BMS ഒഴികെയുള്ള തൊഴിലാളി സംഘടനകളെല്ലാം 48 മണിക്കൂർ പണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ട്. ബസ്, ഓട്ടോ ടാക്സി സർവീസുകൾ നിലച്ചു. റെയിൽവേ, എയർപോർട്ട്, തുറമുഖം തുടങ്ങിയ മേഖലകളിലും പണിമുടക്കിന്റെ ഭാഗമായി. KSRTC തൊഴിലാളികളും പണിമുടക്കുന്നതിനാൽ സർവീസ് നിശ്ചലമായി. എന്നാൽ ശബരിമലയിലേക്കുള്ള സർവീസുകൾ ഉണ്ടാകുമെന്ന് KSRTC അറിയിച്ചിരുന്നു. റെയിൽവേ ജീവനക്കാരിൽ BMS ഒഴികെയുള്ള തൊഴിൽ യൂണിയനുകളും പണിമുടക്കിന് അനുകൂലമാണ്. ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ അക്രമ സംഭവങ്ങളിൽ കർശന നടപടിയെടുക്കാൻ DGP ലോക്നാഥ് ബെഹ്റ നിർദ്ദേശിച്ചിട്ടുണ്ട്. കടകളും സ്ഥാപനങ്ങളും ബലമായി അടപ്പിക്കുന്നവരെയും വാഹനങ്ങൾക്ക് നേരെ കല്ലെറിയുന്നവരെയും ഉടൻ അറസ്റ്റ് ചെയ്യുവാനാണ് നിർദ്ദേശം. സ്കൂളുകൾക്കും സർക്കാർ ഓഫീസുകൾക്കും 2 ദിവസവും പ്രവൃത്തി ദിനങ്ങളാണെങ്കിലും ബഹുഭൂരിപക്ഷം അധ്യാപകരും ജീവനക്കാരും എത്തുമോ എന്നതിൽ ആശങ്കയുണ്ട്. പണിമുടക്കായതിനാൽ KSRTCക്ക് 2 ദിവസം കൊണ്ട് 12 കോടി രൂപയുടെ നഷ്ടമുണ്ടാകുമെന്നും സമരത്തിൽ നിന്ന് പിന്മാറണമെന്നും MD ടോമിൻ തച്ചങ്കരി യൂണിയനുകളോട് ആവശ്യപ്പെട്ടുവെങ്കിലും യൂണിയനുകൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല. അതേസമയം ശബരിമല തീർത്ഥാടകർക്ക് ആവശ്യമായ സുരക്ഷ പോലീസ് നൽകുകയും ചെയ്യുന്നുണ്ട്. കടകൾ തുറന്നു പ്രവർത്തിക്കുമെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി അറിയിച്ചിരുന്നെങ്കിലും ഒട്ടുമിക്ക കേന്ദ്രങ്ങളിലും കടകൾ പൂർണ്ണമായും അടഞ്ഞുകിടക്കുകയായിരുന്നു. ആശുപത്രികളെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും സർക്കാർ സഹകരണ മേഖലയിലെ ഓഫീസുകളും അസംഘടിത മേഖലയിലെ തൊഴിലാളികളും ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കും. വിനോദസഞ്ചാരികളെയും ശബരിമല തീർത്ഥാടകരെയും പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. സംയുക്ത തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന പണിമുടക്കിന്റെ ഭാഗമായി പയ്യന്നൂരിൽ ട്രെയിനുകൾ തടഞ്ഞു. നിരവധി ട്രേഡ് യൂണിയൻ പ്രവർത്തകർ ട്രെയിൻ തടയലിൽ പങ്കെടുത്തു. ട്രെയിൻ തടഞ്ഞ 8ഓളം പേരെ പോലീസ് എത്തി അറസ്റ്റ് ചെയ്തു. സംയുക്ത തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിലുള്ള പണിമുടക്ക് തിങ്കളാഴ്ച അർദ്ധരാത്രി മുതൽ ആരംഭിച്ചു. പയ്യന്നൂരിൽ തൊഴിലാളി യൂണിയൻ നേതൃത്വത്തിൽ ട്രെയിനുകൾ തടഞ്ഞു. മംഗലാപുരത്ത് നിന്നും ചെന്നൈയിലേക്ക് പോകുന്ന ചെന്നൈ എഗ്മോർ എക്സ്പ്രസ്
മംഗലാപുരത്ത് നിന്നും കോയമ്പത്തൂരിലേക്ക് പോകുന്ന ഏറനാട് എക്സ്പ്രസ് എന്നീ ട്രെയിനുകളാണ് ചൊവ്വാഴ്ച രാവിലെ തടഞ്ഞത്. കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾ തിരുത്തുക എന്ന ആവശ്യവുമായി സംയുക്ത ട്രേഡ് യൂണിയൻ സംഘടിപ്പിക്കുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി നടന്ന പ്രകടനത്തിലും ട്രെയിൻ തടയലിലും നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരന്നു. രാവിലെ 8 മണിയോടെ പ്രകടനമായി എത്തിയ പ്രവർത്തകർ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ തടയുകയായിരുന്നു. ട്രെയിൻ തടഞ്ഞ പ്രവർത്തകർ 1 മണിക്കൂറോളം റെയിൽവേ ട്രാക്കിലിരുന്ന് മുദ്രാവാക്യവും മുഴക്കി. തുടർന്ന് നടന്ന യോഗം MLA സി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ നിരവധി കേന്ദ്രങ്ങളിൽ നിന്ന് ട്രെയിൻ പിക്കറ്റിംഗ് നടക്കുന്നു. ട്രെയിൻ പിക്കറ്റ് ചെയ്താകെ സ്തംഭിപ്പിക്കുക എന്നതൊന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം അല്ല. ഇതൊരു പ്രതിഷേധമാണ്. ഈ പ്രതിഷേധം പ്രകടിപ്പിച്ചു എന്നുള്ളത് ഭരണസിരാ കേന്ദ്രങ്ങളിൽ അറിയുമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഈ പിക്കറ്റിംഗ് ഇന്നിവിടെ അവസാനിപ്പിച്ചാൽ നാളെ പിക്കറ്റിംഗ് ഉണ്ടാവും എന്ന കാര്യം കൂടി അറിയിക്കുകയാണ്. KM ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. TI മധുസൂദനൻ, K രാഘവൻ, ബാബു, KU രാധാകൃഷ്ണൻ, UV രാമചന്ദ്രൻ, PV കുഞ്ഞപ്പൻ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. പയ്യന്നൂർ SI ഷൈൻ, CI വിനോദ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വലിയ പോലീസ് സന്നാഹമാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയത്. തുടർന്ന് സമരത്തിന് നേതൃത്വം നൽകിയ സി കൃഷ്ണൻ MLA, PV കുഞ്ഞപ്പൻ, K രാഘവൻ, KM ശ്രീധരൻ, R വേണു, KK കൃഷ്ണൻ, KU രാധാകൃഷ്ണൻ, KU ബാബു, KU ഭവാനി തുടങ്ങി 8ഓളം പേർക്കെതിരെ പയ്യന്നൂർ പോലീസ് കേസെടുത്തു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി സംയുക്ത ട്രേഡ് യൂണിയൻ നേതൃത്വത്തിൽ കണ്ണപുരത്ത് ട്രെയിൻ തടഞ്ഞു. മംഗലാപുരം ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് ആണ് സമരാനുകൂലികൾ തടഞ്ഞത്. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് KP രാജൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾ തിരുത്തുക എന്ന ആവശ്യവുമായി സംയുക്ത ട്രേഡ് യൂണിയൻ സംഘടിപ്പിക്കുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി നടന്ന പ്രകടനത്തിലും ട്രെയിൻ തടയൽ സമരത്തിലും നൂറുകണക്കിന് പ്രവർത്തകരാണ് അണിചേർന്നത്. രാവിലെ 10 മണിയോടെ പ്രകടനമായി എത്തിയ പ്രവർത്തകർ കണ്ണപുരം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ തടയുകയായിരുന്നു. ട്രെയിൻ തടഞ്ഞ പ്രവർത്തകർ 1 മണിക്കൂറോളം റെയിൽവേ ട്രാക്കിൽ ഇരുന്ന് മുദ്രാവാക്യം മുഴക്കി. A കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. എന്റെ ഗവൺമെന്റിന്റെ ലക്ഷ്യം ഒരു പുതിയ ഭാരതം സൃഷ്ടിക്കലാണ്. അതിന് തൊഴിലില്ലായ്മ പെരുകിക്കൊണ്ടിരിക്കുന്ന ഈ രാജ്യത്ത് ഓരോ വർഷവും യുവതിയുവാക്കളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു, 1 വർഷം 2 കോടി ആളുകൾക്ക് തൊഴിൽ തരും. ഒരൊറ്റ കുട്ടിക്ക് കൊടുത്തില്ല. ഇന്നിപ്പോ 4.5 വർഷം പിന്നിട്ടു. 4.5 വർഷക്കാലത്തേക്ക് ചുരുങ്ങിയത് എത്ര കോടി ആളുകൾക്ക് കൊടുക്കണം? 9 കോടി ആളുകൾക്ക് തൊഴിൽ കൊടുക്കണം. KV സുമേഷ്, N ശ്രീധരൻ, K വിജയൻ, KV ബാലൻ മാസ്റ്റർ, KV നാരായണൻ, M കുഞ്ഞമ്പു തുടങ്ങിയവർ പ്രസംഗിച്ചു. 1 മണിക്കൂറിനു ശേഷം പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പണിമുടക്ക് തൃക്കരിപ്പൂരിൽ പൂർണ്ണം. ഏതാനും കടകൾ രാവിലെ തുറന്നെങ്കിലും പിന്നീട് അടച്ചു. പണിമുടക്കിന്റെ ഭാഗമായി പ്രകടനം നടത്തി. പണിമുടക്കിന്റെ ഭാഗമായി തൃക്കരിപ്പൂരിൽ വ്യാപാര സ്ഥാപനങ്ങളെല്ലാം അടഞ്ഞുകിടന്നു. സംരക്ഷണമുണ്ടാകുമെന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ വാഗ്ദാനം പ്രതീക്ഷിച്ച് തുറന്നുവെച്ച ഏതാനും കടകൾ വ്യാപാരം നടക്കാത്തതിനാൽ അടച്ചു. 1-2 ധനകാര്യ സ്ഥാപനങ്ങളും രാവിലെ തുറന്നെങ്കിലും പണിമുടക്കിനോട് സഹകരിക്കണമെന്ന ട്രേഡ് യൂണിയൻ നേതാക്കളുടെ നിർദ്ദേശത്തെ തുടർന്ന് പൂട്ടി. പണിമുടക്കിന്റെ ഭാഗമായി രാവിലെ 11 മണിയോടുകൂടി നടന്ന പ്രകടനത്തിന് നേതാക്കളായ KB ജനാർദ്ദനൻ, P കുഞ്ഞമ്പു, BV കൃഷ്ണൻ, M ഗംഗാധരൻ, ഗണേശൻ, MV സുകുമാരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ടൗൺ ചുറ്റിയ പ്രകടനം ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി കരിവെള്ളൂരിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. EP കരുണാകരൻ പ്രകടനം ഉദ്ഘാടനം ചെയ്തു. ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി കരിവെള്ളൂരിൽ നടന്ന പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. EP കരുണാകരൻ ഉദ്ഘാടനം ചെയ്തു. ഇതിനെതിരെ ഇത്രയും ശക്തമായിട്ടുള്ള ഒരു പോരാട്ടം ഇതിനു മുമ്പ് രാജ്യം നടത്തിയെന്ന് പറയാൻ കഴിയില്ല. അത്രത്തോളം ഗൗരവകരമായിട്ടുള്ള ഒരു പ്രശ്നത്തെയാണ് ഈ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങളാകെ ഒന്നായി അണിനിരുന്നുകൊണ്ട്
ഇന്നും നാണയവുമായി തൊഴിലാളികളും അതുപോലെ തന്നെ ജീവനക്കാരും അതുപോലെ തന്നെ കൃഷിക്കാരും കർഷക തൊഴിലാളികളും ഉൾപ്പെടെയുള്ള രാജ്യത്തിലെ സകലമായ ജനങ്ങളും ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അണിനിരക്കിയ കെ നാരായണൻ, എം വി അപ്പുകുട്ടൻ, മുകുന്ദൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. പണിമുടക്കിനെ തുടർന്ന് ബുദ്ധിമുട്ടിലായവർക്ക് കരിവെള്ളൂരിൽ ഭക്ഷണ വിതരണവും നടന്നു. പണിമുടക്ക് ദിനത്തിൽ പയ്യന്നൂർ പെരുമ്പയിലെ ഇതര സംസ്ഥാന ഡ്രൈവർമാർ അടക്കമുള്ളവർക്ക് ഭക്ഷണവും കുടിവെള്ളവും നൽകി തൊഴിലാളി സംഘടനകൾ മാതൃകയായി. രണ്ട് ദിവസമായി നടക്കുന്ന ദേശീയ പണിമുടക്കിന്റെ ആദ്യ ദിവസമായ ചൊവ്വാഴ്ച സംയുക്ത തൊഴിലാളി യൂണിയനുകളുടെ ആഭിമുഖ്യത്തിലുള്ള സമരം ശക്തമായി തുടരുകയാണ്. പയ്യന്നൂർ പെരുമ്പയിൽ സമരത്തെ തുടർന്ന് വഴിയിലായ ഇതര സംസ്ഥാന ഡ്രൈവർമാരടക്കമുള്ളവർക്ക് ഉച്ചഭക്ഷണം നൽകി തൊഴിലാളി സംഘടനകൾ മാതൃകയായിരിക്കുകയാണ്. പെരുമ്പ ടാക്സി സ്റ്റാൻഡിൽ 100ഓളം വരുന്ന ഇതര സംസ്ഥാന ഡ്രൈവർമാരടക്കമുള്ളവർക്ക് സമര വാളണ്ടിയർമാരടക്കം ഒപ്പമിരുന്നാണ് ഉച്ചഭക്ഷണം കഴിച്ചത്. ഇവർക്ക് ആദ്യ ഭക്ഷണം വിളമ്പിയതും സി കൃഷ്ണ MLAയും CI2 നേതാവ് PV കുഞ്ഞപ്പനും ചേർന്നായിരുന്നു. ഉണക്കസ്രാവും പരിപ്പ് കറിയും അച്ചാറും അടങ്ങിയ സദ്യ ഏറെ ഇഷ്ടപ്പെട്ടെന്നാണ് മഹാരാഷ്ട്ര, തമിഴ്നാട്, പഞ്ചാബ്, ഒറീസ, ആന്ധ്ര തുടങ്ങിയ സ്ഥലങ്ങളിലുള്ളവർ അഭിപ്രായം പറഞ്ഞത്. കേരളക്കാർക്ക് മാത്രമേ ഇത്രയും സ്നേഹമുള്ളൂവെന്നും മഹാരാഷ്ട്ര സ്വദേശി കരൺ സിംഗ് പറഞ്ഞു. ഹോട്ടലുകളും മറ്റും അടഞ്ഞുകിടന്നതിനാൽ ഞങ്ങൾക്ക് ഈ ഭക്ഷണം ഏറെ വിലപ്പെട്ടതാണെന്നും ഇവർ അഭിപ്രായം പറഞ്ഞു. സമരത്തിന് കൊഴുപ്പേകാൻ രാത്രിയിലും പകലുമായി തൊഴിലാളികളുടെ കലാപരിപാടികളും അരങ്ങേറുന്നുണ്ട്. മുൻ വർഷങ്ങളിലും ഇത്തരമുണ്ടായ സമരങ്ങളിൽ ഉച്ചഭക്ഷണം നൽകി മാതൃകയായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ടി ബാബു, പഴയങ്ങാടി. മറ്റു വാർത്തകളിലേക്ക്. തളിപ്പറമ്പിൽ വാഹന പരിശോധനയ്ക്കിടെ കാറിൽ കടത്തുകയായിരുന്ന വൻ കഞ്ചാവ് ശേഖരവുമായി 2 പേരെ പോലീസ് പിടികൂടി. കാര്യമ്പലത്ത് താമസിക്കുന്ന ചപ്പാരപ്പടവ് താഴെ എടക്കോത്തെ അലി അക്ബർ, കുറുമാത്തൂർ സ്വദേശിയായ പൂഴിക്കടവിലെ ജാഫർ എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. ചൊവ്വാഴ്ച രാവിലെ 10:30ഓടെയാണ് ഇരുവരും പോലീസ് പിടിയിലായത്. കണ്ണൂരിൽ നിന്നും KL 59 J37 52 നമ്പർ വാഗനർ കാറിലാണ് കഞ്ചാവുമായി ഇരുവരും എത്തിയത്. പ്രദേശത്ത് ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വിൽപ്പന നടത്താൻ ആന്ധ്രയിൽ നിന്ന് കഞ്ചാവ് കൊണ്ടുവന്നതാണെന്നാണ് പോലീസ് ചോദ്യം ചെയ്യലിൽ പ്രതികൾ പറഞ്ഞത്. വലിയ ട്രാവൽ ബാഗുകളിലായി ഒളിപ്പിച്ചു വെച്ച 17 കിലോ ഉണക്ക കഞ്ചാവും വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇരുവരും മറ്റ് ക്രിമിനൽ കേസുകളിലും പ്രതികളാണെന്ന് പോലീസ് പറഞ്ഞു. ഇരുവരെയും ചൊവ്വാഴ്ച കോടതിയിൽ ഹാജരാക്കി. ഇൻസ്പെക്ടർ വിനോയ്, പ്രിൻസിപ്പൽ SI K ദിനേശൻ, SIമാരായ ശാർങ്ങധരൻ, മാത്യു, രാജേഷ്, സീനിയർ CPOമാരായ രാജീവൻ, രമേശൻ തുടങ്ങിയവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. പരിയാരം മെഡിക്കൽ കോളേജ് പൂർണ്ണമായും സർക്കാർ മെഡിക്കൽ കോളേജ് ആക്കുന്നതിനുള്ള നിയമനിർമ്മാണം വൈകിയേക്കും. ജനുവരിയിൽ നടക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ പാകത്തിൽ ബില്ല് തയ്യാറാക്കി വരികയാണെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി അറിയിച്ചു. ശ്രീചിത്ര RCC മാതൃകയിലാക്കാനായിരുന്നു ആദ്യം തീരുമാനമെങ്കിലും പിന്നീട് ബഹുജനാഭിപ്രായം മാത്രം മാനിച്ച് പൂർണ്ണതോതിൽ സർക്കാർ മെഡിക്കൽ കോളേജാക്കി മാറ്റാൻ തീരുമാനിക്കുകയായിരുന്നു. ആ തീരുമാനം ഇനിയും നീളുമോ എന്ന ആശങ്കയാണ് ഇപ്പോഴും ഉയരുന്നത്. എന്നാൽ മെഡിക്കൽ കോളേജ് നടത്തുന്ന സൊസൈറ്റിയും കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കോംപ്ലക്സ് സഹകരണ സംഘവും ഇല്ലാതാക്കുന്നതിന്റെ നിയമപ്രശ്നങ്ങളാണ് ബിൽ വൈകിയേക്കുമെന്ന ആശങ്കയ്ക്ക് അടിസ്ഥാനം. സഹകരണ സംഘത്തിന്റെ ഭരണം താൽക്കാലികമായി ഏറ്റെടുക്കാൻ സർക്കാരിന് സഹകരണ നിയമം അധികാരം നൽകുന്നുണ്ടെങ്കിലും സംഘം പൂർണ്ണമായി ഇല്ലാതാക്കി സ്ഥിര സ്വഭാവത്തിൽ ഏറ്റെടുക്കണമെങ്കിൽ സംഘത്തിന്റെ പൊതുയോഗം ചേർന്ന് 3/2 ഭൂരിപക്ഷത്തോടെ പ്രമേയം പാസാക്കണം. ജില്ലാ സഹകരണ ബാങ്കുകളെ ഇല്ലാതാക്കി കേരള ബാങ്ക് രൂപവൽക്കരിക്കുന്നതിൽ പ്രശ്നമായി നിൽക്കുന്നത് 5 ജില്ലാ ബാങ്ക് പൊതുയോഗത്തിൽ സർക്കാർ ഭാഗത്തിന് ഭൂരിപക്ഷമില്ലാത്തതാണ്. ആ ബാങ്കുകളെ ഒഴിവാക്കി കേരള ബാങ്ക് രൂപീകരിക്കാനാണ് പുതിയ നീക്കം നടക്കുന്നത്. എന്നാൽ പരിയാരം മെഡിക്കൽ കോളേജ് സഹകരണ സംഘത്തിൽ സർക്കാരിന്റെ ഭാഗത്തിന് ഭൂരിപക്ഷത്തിന്റെ പ്രശ്നമില്ല. 2956 വ്യക്തിയംഗങ്ങളും 869 സ്ഥാപനാംഗങ്ങളും 15 പ്രത്യേക സ്ഥാപനാംഗങ്ങളുമാണ് മെഡിക്കൽ കോളേജ് സംഘത്തിലെ പൊതുയോഗം. ഈ അംഗങ്ങളുടെ പൊതുയോഗം കഴിഞ്ഞ 30-ന് ചേർന്നിരുന്നു. അന്ന് സർക്കാർ ഏറ്റെടുക്കുന്ന കാര്യം പ്രമേയമായി അവതരിപ്പിച്ചില്ല. എന്നാൽ സർക്കാർ ഏറ്റെടുക്കുമ്പോഴും ഉപദേശക സമിതിയുടെ റോളിൽ പ്രവർത്തിക്കാനുതകും വിധം സംഘത്തെ നിലനിർത്തണമെന്നാണ് യോഗത്തിൽ പങ്കെടുത്തവർ ആവശ്യപ്പെട്ടത്. നിയമപരമായി അത് നടക്കാത്ത കാര്യമാണ്. നിയമപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ സംഘം മെഡിക്കൽ കോളേജിൽ തിങ്കളാഴ്ച പരിശോധന നടത്തി. ആരോഗ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് P സന്തോഷും സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു. നിയമസഭാ സമ്മേളനത്തിന് മുൻപ് ആശുപത്രി സഹകരണ സംഘം പൊതുയോഗം നടത്താനുള്ള സാധ്യതയാണ് പരിശോധിക്കുന്നത്. 15 ദിവസത്തെ നോട്ടീസ് നൽകിയ ശേഷമേ യോഗം വിളിക്കാനാകൂ.
ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചാൽ ബിൽ പാസാക്കൽ തൽക്കാലം നടക്കില്ല. 1996, 2001 നയനാർ സർക്കാർ പരിയാരം മെഡിക്കൽ കോളേജ് ഏറ്റെടുത്ത് ഓർഡിനൻസ് ഇറക്കുകയും ഓർഡിനൻസിൽ പലതവണ പുതുക്കുകയും ചെയ്തിരുന്നുവെങ്കിലും നിയമമാക്കാനായിരുന്നില്ല. ഇതിനെ തുടർന്നാണ് പിന്നീട് വന്ന സർക്കാർ മെഡിക്കൽ കോളേജ് സർക്കാർ ഉടമസ്ഥതയിൽ നിന്ന് മാറ്റി സഹകരണ മേഖലയിലേക്ക് തന്നെ നിലനിർത്തിയത്. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. അധ്യാപികയുടെ വീടിന് നേരെ ബോംബെറിഞ്ഞ സംഭവം. ബോംബ് സ്ക്വാഡ് സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചു. സംഭവത്തിന്റെ ദുരൂഹത കണക്കിലെടുത്ത് പ്രദേശത്ത് പോലീസ് സുരക്ഷ ശക്തമാക്കി. കാഞ്ഞങ്ങാട് നെഹ്റു കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പൽ ഡോക്ടർ PV പുഷ്പജിയുടെ വീടാക്രമിച്ച സംഭവത്തിൽ ബോംബിൻ്റെതെന്ന് കരുതുന്ന അവശിഷ്ടങ്ങളാണ് തിങ്കളാഴ്ച വിദഗ്ധ പരിശോധനയ്ക്കായി അയച്ചത്. കാസർഗോഡ് നിന്നുമെത്തിയ ബോംബ് സ്ക്വാഡാണ് വീട്ടിലും പരിസരത്തു നിന്നും ബോംബിന്റെ സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്കായി അയച്ചത്. എന്നാൽ സാമ്പിളുകളുടെ പരിശോധനാ ഫലം വന്നതിന് ശേഷം ഫോറൻസിക് പരിശോധനകളും മറ്റും നടത്തുമെന്ന് കാഞ്ഞങ്ങാട് DYSP PK സുധാകരൻ പറഞ്ഞു. കൊടുക്കേണ്ടതായിരുന്നു. പകരം പോലീസ് ചെയ്തത് പാർട്ടി ഗ്രാമത്തിലെ പാർട്ടിയുടെ നേതൃത്വത്തിന് ഒറ്റിക്കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതോടുകൂടി സമ്മർദ്ദം വർദ്ധിയ പങ്ക് പോലീസിനുണ്ട്. പോലീസ് ഇവിടെ ആവശ്യമായിട്ടുള്ള സുരക്ഷ ഏർപ്പെടുത്താതിൽ ചീമേനി SI രാജഗോപാലിന്റെ നേതൃത്വത്തിലാണ് കേസ് അന്വേഷിക്കുന്നത്. കഴിഞ്ഞ ദിവസം വീട്ടിൽ ആളില്ലാത്ത സമയത്തായിരുന്നു ആക്രമണമുണ്ടായത്. മുകൾ നിലയിലെ ചില്ലുകൾ അക്രമത്തിൽ തകർന്നിരുന്നു. സംഭവസ്ഥലം തിങ്കളാഴ്ച BJP RSS നേതാക്കൾ സന്ദർശിച്ചിരുന്നു. പ്രദേശത്ത് ദുരൂഹ സാഹചര്യം കണക്കിലെടുത്ത് കനത്ത പോലീസ് സുരക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലെ ബൈക്ക് പാർക്കിംഗ് ഷെഡ് മേൽക്കൂരയുടെ ഷീറ്റുകൾ കീറി നശിപ്പിച്ച നിലയിൽ. 3 ദിവസം മുൻപാണ് ഷെഡ് പുതുക്കി പണിതത്. കരാറുകാരൻ പയ്യന്നൂർ പോലീസിൽ പരാതി നൽകി. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലെ ബൈക്ക് ഷെഡിന്റെ മേൽക്കൂരയുടെ പ്ലാസ്റ്റിക് ഷീറ്റുകൾ ബ്ലേഡ് വെച്ച് പൂർണ്ണമായും കീറി നശിപ്പിച്ച നിലയിലാണുള്ളത്. വർഷങ്ങളായി തകർന്നിട്ടുണ്ടായിരുന്ന ഷെഡ് അടുത്തിടെയാണ് പുതുക്കി പണിതത്. പ്ലാസ്റ്റിക് ഷീറ്റ് ഉപയോഗിച്ചാണ് മേൽക്കൂര പണിതത്. 3 ദിവസമായിട്ടുള്ളത് കെട്ടിയിട്ട് ഇന്ന് വന്നു നോക്കുമ്പോ ഇത് കീറിയിട്ട് കാണുന്നു. എന്താ ചെയ്തിട്ടുണ്ടാല്? ഇപ്പൊ എന്തുകൊണ്ടാ കീറിയത് എന്തുകൊണ്ടാന്നുള്ളത് എനിക്കറിയില്ല. കീറി കണ്ടു ഞാന്. ചൊവ്വാഴ്ച രാവിലെയാണ് കീറി നശിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇത് സംബന്ധിച്ച് നടത്തിപ്പുകാരൻ പയ്യന്നൂർ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. അവധി ദിനങ്ങളിൽ തൃക്കരിപ്പൂർ പഞ്ചായത്ത് ഗ്രന്ഥാലയത്തിലെ പത്രമാസികകൾ വായനക്കാർക്ക് ലഭിക്കുന്നില്ല. പഞ്ചായത്ത് പൊതുമരാമത്ത് എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ഉദ്യോഗാർത്ഥികൾക്ക് ഉപയോഗിക്കാൻ ഗ്രന്ഥാലയം വിട്ടുകൊടുത്തിട്ട് കഴിഞ്ഞ 7 മാസമായി ഇതാണ് അവസ്ഥ. ഗ്രാമപഞ്ചായത്ത് നിയന്ത്രണത്തിലുള്ള വായനശാലയിൽ പത്രമാസികകൾ വായിക്കാനാവാതെ ഇവിടെ എത്തുന്നവർ തിരിച്ചുപോവുകയാണ്. ഹർത്താലായാലും പണിമുടക്കായാലും പൊതു അവധി ദിവസമായാലും തൃക്കരിപ്പൂർ പഞ്ചായത്ത് ഓഫീസ് അടച്ചാൽ ഗ്രന്ഥാലയത്തിലെ കാര്യങ്ങൾക്കോ വായനശാലയിൽ എത്തുന്നവർക്കോ തിരിച്ചു പോകുകയേ നിവർത്തിയുള്ളൂ. ഫ്രണ്ട് ഓഫീസ് പഞ്ചായത്ത് തുറക്കുന്ന ദിവസം മാത്രമേ ഉണ്ടാകൂ എന്നതിനാൽ പത്രങ്ങളകത്തും വായനക്കാർ പുറത്തുമാകും. 2018 ജൂൺ മാസത്തിൽ പഞ്ചായത്ത് നിയന്ത്രണത്തിലുള്ള ഗ്രന്ഥാലയത്തെ സ്വന്തം കെട്ടിടത്തിൽ നിന്നും പുറന്തള്ളി അവിടെ കുടിയേറിയ LSGD വിഭാഗക്കാരെ ഒഴിവാക്കി പഴയപടി പുനഃസ്ഥാപിക്കാൻ ഭരണസമിതിക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല. പഞ്ചായത്ത് നിയന്ത്രണത്തിലുള്ള നിരവധി കെട്ടിടങ്ങൾ ടൗണിലും പരിസരങ്ങളിലും ഉണ്ടാകുമ്പോൾ അവിടേക്ക് പൊതുമരാമത്ത് എഞ്ചിനീയറിംഗ് വിഭാഗത്തെ മാറ്റാൻ നടപടി കൈക്കൊള്ളണമെന്നാണ് വായനക്കാരും നാട്ടുകാരും ഒരുപോലെ ആവശ്യപ്പെടുന്നത്. LSGD വിഭാഗത്തിന്റെ കെട്ടിടം പഴക്കം ചെന്നതും ചോർന്നൊലിക്കുന്നതുമാണ്. എന്നാൽ ജനങ്ങളുടെ നികുതിപ്പണമായ 10,000 രൂപ ചെലവിട്ട് മലയാളം, ഇംഗ്ലീഷ് ദിനപത്രങ്ങളും മാസികകളും വരുത്തുന്നുണ്ടെങ്കിലും വായനക്കാർക്ക് ഇവിടെ എത്തി വായിക്കാനാവാതെ പോയാലും ആർക്കും ഛേദമില്ലല്ലോ എന്നാണ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെ ചിന്ത എന്നറിയില്ല. ഇവിടെ നിലവിലുള്ള ഗ്രന്ഥാലയത്തിന് സൗകര്യം വർദ്ധിപ്പിക്കേണ്ട സമയത്ത് പഞ്ചായത്തിന്റെ ഇത്തരം തലതിരിഞ്ഞ നടപടി അക്ഷരവിരോധമായി മാത്രമേ വായനക്കാർ കാണൂ. 7 മാസം മുൻപ് പ്രവർത്തിച്ചു വന്ന ഗ്രന്ഥാലയ ഹാളിന്റെ സൗകര്യങ്ങൾ തന്നെ വളരെ പരിമിതമാണെന്ന പരാതി നിലനിൽക്കുമ്പോഴാണ് ഇവിടെ നിന്നും വായനക്കാരെ പുറത്താക്കിയത്. ഇപ്പോൾ അവധി ദിവസങ്ങളിൽ ഇവിടെ എത്തുന്ന വായനക്കാർ നിരാശരായി മടങ്ങുകയാണ്. ക്ലബ്ബുകളുടെയും മറ്റും സ്ഥാപനങ്ങളുടെയും നിയന്ത്രണത്തിലുള്ള ഗ്രന്ഥാലയങ്ങൾ വായനക്കാരെ ആകർഷിക്കുവാനും സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുവാനും നിരവധി പ്രവർത്തനങ്ങൾ നടത്തിവരുമ്പോൾ ഗ്രാമപഞ്ചായത്ത് നിയന്ത്രണത്തിലുള്ള വായനശാല ഈ സംവിധാനം പോലും ഇല്ലാതാക്കുവാനുള്ള ശ്രമമാണെന്ന ആരോപണവും വായനക്കാരിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. അതേസമയം ഓരോ പഞ്ചായത്ത് കേന്ദ്രീകരിച്ചും എല്ലാ വായനശാലകളുടെയും പ്രതിനിധികൾ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥാലയ നേതൃസമിതികൾ പ്രവർത്തിച്ചു വരുന്നുണ്ടെങ്കിലും തൃക്കരിപ്പൂരിലെ ഈ പഴയ അക്ഷര കേന്ദ്രത്തെ അവരും കൈവിട്ട നിലയിലാണ്. ഹോസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ ഭാരവാഹികൾക്ക് അടുത്ത ദിവസം ഇത് സംബന്ധിച്ച് പരാതി നൽകുവാനുള്ള നീക്കം വായനക്കാരിൽ നിന്നുമുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കാലാവസ്ഥയിൽ വന്ന മാറ്റം സസ്യങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കുമെന്ന് പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നു. കൊടും ചൂടിൽ പൂത്തുലഞ്ഞു നിൽക്കേണ്ട കൊന്നകൾ നല്ല തണുപ്പിലും പൂവിടർത്തി നിൽക്കുന്നു. പയ്യന്നൂർ സുമംഗലി തിയേറ്റേഴ്സിന് മുന്നിലെ കാഴ്ച.
ഏപ്രിലിലെ കൊടുംചൂടിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന കൊന്നകൾ നമ്മുടെ കണ്ണിനെയും മനസ്സിനെയും കുളിരണിയിച്ചിരുന്നു. ഒരു ഉത്സവകാലത്തിന്റെ വരവറിയിക്കുന്നതുകൂടിയായിരുന്നു ഈ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കൾ. എന്നാൽ ഇന്ന് ഇവ ഏത് കാലത്തും പൂക്കുന്നു എന്ന അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു. കാലാവസ്ഥയിൽ വന്ന വ്യതിയാനം സസ്യങ്ങളെ വല്ലാതെ ബാധിക്കുന്നു എന്നാണ് ഇതിൽ നിന്നും നാം പഠിക്കുന്ന പാഠം. ഇത് ഈ സസ്യത്തിന്റെ ഭൂമുഖത്തു നിന്നുള്ള അപ്രത്യക്ഷമാകലിന് തന്നെ കാരണമാകും. എക്കാലത്തും പൂക്കുന്നതുകൊണ്ട് ഇവയിൽ പരാഗണം നടക്കാൻ സാധ്യതയില്ല. ഇതുകൊണ്ട് തന്നെ വിത്ത് മുളയ്ക്കാതെ അവശേഷിക്കും. ഇത്തരം പ്രവർത്തനങ്ങൾ സസ്യങ്ങളിൽ നടക്കുന്നതുകൊണ്ട് ഇവയിൽ വലിയ ജനിതകപരമായ മാറ്റം സംഭവിക്കാൻ കാരണമാകും. ഇത് ഇവയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും. തണുപ്പുകാലത്ത് കൊന്നകൾ പൂത്തുനിൽക്കുന്നത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഇന്ന് കാലാവസ്ഥയിൽ വന്ന മാറ്റം താനേ വന്നതല്ല, മനുഷ്യരുടെ ചെയ്തികൾ വരുത്തിയതാണ്. ഇന്ന് കൊന്നയുടെ ഉഴമാണെങ്കിൽ നാളെ അത് മറ്റുള്ള സസ്യങ്ങളിലേക്കും ചെന്നെത്തും. സസ്യങ്ങൾ ഓരോന്നോരോന്നായി അപ്രത്യക്ഷമാകുമ്പോൾ പിന്നീട് മനുഷ്യനും അധികകാലം നിലനിൽപ്പുണ്ടാകാനിടയില്ല. വ്യവസായശാലകളും കാറും ബൈക്കുമൊക്കെ തിന്നാനാവില്ലെന്ന് കാലം മനുഷ്യനെ പഠിപ്പിക്കാൻ തുടങ്ങി. ഇതിനെതിരെ ഉയരുന്ന ചെറുതെങ്കിലുമുള്ള ശബ്ദങ്ങളെ ചെവിയോർക്കുക. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. കോൺഗ്രസ് എസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധിയുടെ 150ാം ജന്മവാർഷികത്തിന്റെ ഭാഗമായി ഗാന്ധി ദർശൻ യാത്രയ്ക്ക് ജനുവരി 12-ന് പയ്യന്നൂരിൽ തുടക്കമാകും. പയ്യന്നൂർ ആനന്ദതീർത്ഥാശ്രമത്തിൽ യാത്രയുടെ ഉദ്ഘാടനം തുറമുഖ പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ഗാന്ധിജി പയ്യന്നൂർ സന്ദർശിച്ചതിന്റെ വാർഷിക ദിനമായ ജനുവരി 12-നാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഗാന്ധിജി സന്ദർശിച്ച പയ്യന്നൂർ ആനന്ദ തീർത്ഥാശ്രമത്തിലെ ഗാന്ധിമാവിന്റെ ചുവട്ടിൽ നിന്നും രാവിലെ 9 മണിക്ക് ഗാന്ധി ദർശൻ യാത്ര ആരംഭിക്കും. കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും മന്ത്രിയുമായ രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ കോൺഗ്രസ് കർണാടക സംസ്ഥാന പ്രസിഡന്റ് ജാവേദ് പാഷ സംസാരിക്കും. വർഗീയ ഫാസിസത്തിനെതിരെ ദേശീയ ബദൽ കെട്ടിപ്പടുക്കണമെന്നും ജനാധിപത്യം സംരക്ഷിക്കണമെന്നും ആയതിന് ഗാന്ധിജിയിലേക്ക് മടങ്ങുക എന്ന സന്ദേശവുമായാണ് സന്ദേശയാത്ര സംഘടിപ്പിക്കുന്നത്. പിലാത്ര, മെഡിക്കൽ കോളേജ്, തളിപ്പറമ്പ്, പാപ്പനശ്ശേരി, പുതിയ തെരു, പള്ളിക്കുന്ന്, കാൾടെക്സ് എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം കണ്ണൂർ വിളക്കുംതറ മൈതാനിയിൽ ജനാധിപത്യ സംരക്ഷണ പ്രതിജ്ഞയെടുക്കും. വൈകുന്നേരം 5 മണിക്ക് കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ വെച്ച് നടക്കുന്ന ഗാന്ധി സ്മൃതി സദസ്സ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. മന്ത്രി ജി സുധാകരൻ ചടങ്ങിൽ മുഖ്യാതിഥിയാകുമെന്നും ഭാരവാഹികളായ കെ ജയപ്രകാശ്, പി ജയൻ, AK ഈശ്വരൻ നമ്പൂതിരി, പി അഷ്റഫ്, ഇ സത്യനാഥൻ എന്നിവർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ഫുട്ബോളിൽ മാന്ത്രിക വിദ്യ കാട്ടി കാണികളെ സ്തബ്ധരാക്കി ഷാഹിദ് മലപ്പുറം. തൃക്കരിപ്പൂരിൽ നടന്ന മുനവീർ സിറ്റി സെവൻസ് ഫൈനൽ മത്സരത്തിൽ ഇടവേളയിലാണ് ഷാഹിദിന്റെ മായാജാലം കാണികളെ കയ്യിലെടുത്തത്. പന്തുകൊണ്ട് എന്തും കളിക്കുന്ന കൗതുകകരമായ കാഴ്ചയാണ് ഷാഹിദ് മലപ്പുറം ഫുട്ബോൾ ആരാധകർക്ക് മുൻപിൽ അവതരിപ്പിച്ചത്. കാലും തലയും മുതുകും ഉപയോഗിച്ച് പന്തിനെ താൻ വിചാരിക്കുന്നത് പോലെ അനുസരിപ്പിക്കുന്ന കാഴ്ച കൗതുകകരമായി. പന്ത് തലയിൽ നിർത്തി ബൂട്ടടിച്ച് കെട്ടുന്നതും പന്ത് മുതുകിൽ നിൽക്കെ ജേഴ്സി ഊരുന്നതും ഇടുന്നതും കാണികൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. കിടന്നും ഇരുന്നും പന്തിനെ തന്റെ ഇംഗിതത്തിനനുസരിച്ച് നിയന്ത്രിക്കുന്ന കാഴ്ച അത്യപൂർവവും വിസ്മയകരവുമായി. ഷാഹിദ് മലപ്പുറത്തിന്റെ പ്രത്യേക കഴിവിനെ മാനിച്ച് സംഘാടകർ ഷാഹിദിനെ ഉപഹാരം നൽകി ആദരിച്ചു. ചന്ദേര SI വിപിൻ ചന്ദ്രൻ ഉപഹാര സമർപ്പണം നടത്തി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.
ഒരുമാ കുതിരുമ്മൽ ജനുവരി 11 മുതൽ 20 വരെ കുഞ്ഞുമംഗലത്ത് ഫ്ലവർ ഷോ സംഘടിപ്പിക്കും. ജനുവരി 11 വൈകിട്ട് 5 മണിക്ക് സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ ഫ്ലവർ ഷോ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. കുഞ്ഞിമംഗലത്ത് ആദ്യമായി സംഘടിപ്പിക്കുന്ന ഫ്ലവർ ഷോയുടെ പ്രചരണത്തിന്റെ ഭാഗമായി ജനുവരി 10 വൈകിട്ട് 4 മണിക്ക് ആരംഭിക്കുന്ന വിളംബര ഘോഷയാത്ര അങ്ങാടിയിൽ നിന്ന് ആരംഭിച്ച് ആണ്ടാങ്കോവൽ വഴി ഫ്ലവർ ഷോ നഗരിയിൽ എത്തിച്ചേരും. 11 വൈകിട്ട് 5 മണിക്ക് ടി വി രാജേഷ് MLA അധ്യക്ഷതയിൽ സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. 10 ദിവസം നീണ്ടുനിൽക്കുന്ന ഫ്ലവർ ഷോയിൽ വിവിധയിനം സ്റ്റാളുകൾ, ഫുഡ് കോർട്ട്, അമ്യൂസ്മെന്റ് പാർക്ക് എന്നിവയ്ക്കു പുറമെ എല്ലാ ദിവസങ്ങളിലും വിവിധ സാംസ്കാരിക പരിപാടികളും നടക്കും. ജനുവരി 11 മുതൽ 20 വരെയാണ് ഫ്ലവർ ഷോ നടക്കുന്നത്. അത് വിവിധ സ്റ്റാളുകൾ, ഫ്ലവർ ഷോ, അമ്യൂസ്മെന്റ് പാർക്ക്, വിവിധ സാംസ്കാരിക പരിപാടികൾ ഒക്കെ 10 ദിവസങ്ങളിൽ നടത്തും. 11 കോഴിക്കോട് റെഡ് ബാൻഡ് അവതരിപ്പിക്കുന്ന ഗാനമേള, 12 ചരടുകുത്തി കോൽക്കളി, 13 പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരും സംഘവും അവതരിപ്പിക്കുന്ന താളപ്പെരുമ, 14 പട്ടൂർമാൽ ഇശൽരാവ്, 15 ഗ്രാമോത്സവം, 16 മംഗലംകളി, കരോക്കെ, മാപ്പിളപ്പാട്ട്, 17 നാട്ടുമൊഴികൾ, 18 പിലാത്തറ ലാസ്യകലാകേന്ദ്രത്തിന്റെ കുരുക്ഷേത്ര, 19 മാജിക് ഷോ, 20 സമാപന സമ്മേളനം എന്നിവ നടക്കുമെന്നും സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. KTP രാമചന്ദ്രൻ, NV ബാബുരാജ്, CK ശ്രീജിത്ത്, M കജേഷ് തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. ഒരുമാ കുതിരുമ്മലിന്റെ നേതൃത്വത്തിൽ കുഞ്ഞിമംഗലം പഞ്ചായത്ത് മൈതാനിയിൽ നടക്കുന്ന കുഞ്ഞിമംഗലം ഫ്ലവർ ഷോ 2019 പ്രചരണാർത്ഥം വഴിയോര ചിത്രരചനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പ് ചിത്രകാരൻ ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ചിത്രരചനാ ക്യാമ്പിന്റെ ഉദ്ഘാടന ചടങ്ങിൽ കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ചു. സംഘാടകരും നാട്ടുകാരുമടക്കം നിരവധി പേർ പങ്കെടുത്തു. പയ്യന്നൂർ ചിത്രകലാ പരിഷത്തിന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടിക്ക് വിനോദ് പയ്യന്നൂർ, റോഷ്നി വിനോദ് മാസ്റ്റർ, പ്രേമാനന്ദൻ കുഞ്ഞിമംഗലം, തങ്കരാജ് കൊഴുമൽ, ചിത്രൻ കുഞ്ഞിമംഗലം, ലീജ കണ്ടോത്ത്, ഉണ്ണി ആതിര, അപർണ കുഞ്ഞിമംഗലം തുടങ്ങിയ കലാകാരന്മാർ നേതൃത്വം നൽകി. പ്രകാശൻ കരിവെള്ളൂർ രചിച്ച് പത്മൻ വേങ്ങര സംവിധാനം ചെയ്യുന്ന മണക്കാടൻ ഗുരുക്കൾ നാടകത്തിന്റെ ടിക്കറ്റ് വിതരണം തുടങ്ങി. വിതരണോദ്ഘാടനം ഓണക്കുന്നിൽ പ്രമുഖ നാടക നടി ഭാനുമതി നിർവഹിച്ചു. താൻ ഏർപ്പെടുന്ന ജോലിയിൽ പൂർണ്ണമായി സമർപ്പണം ചെയ്ത് അതിൻ്റെ വിശുദ്ധിയും പരിപാവനതയും കാത്തുസൂക്ഷിച്ച തെയ്യം എന്ന കലാരൂപത്തിൻ്റെ കുലപതിയായ ഉത്തര കേരളത്തിന്റെ അനുഷ്ഠാന കലയായ തെയ്യത്തിന് പുതിയ രൂപവും ഭാവവും നൽകിയ മണക്കാടൻ ഗുരുക്കളുടെ ഐതിഹ്യങ്ങളുടെയും ചരിത്രത്തിന്റെയും ഇഴകലർന്ന ജീവിതമാണ് അരങ്ങിലെത്തുന്നത്. ജനുവരി 26, 27 എന്നീ ദിനങ്ങളിൽ കരിവള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് നാടകം അരങ്ങിലെത്തും. ടിക്കറ്റ് വിതരണം പ്രമുഖ നാടക നടി ഭാനുമതി, OT ഖദീജ ടീച്ചർ, CDS ചെയർപേഴ്സൺ ഗീത എന്നിവർക്ക് നൽകി നിർവഹിച്ചു. ചടങ്ങിൽ K നാരായണൻ അധ്യക്ഷനായി. P വിജയകുമാർ, M ശശിമോഹനൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. പയ്യന്നൂർ ടൗൺ ടാക്സി സ്റ്റാൻഡിന് പരിസരത്തുള്ള പാവൂർ ഗുരുനാഥൻ സമാധി സ്ഥലത്ത് സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം വർദ്ധിക്കുന്നതായി പരാതി. കഴിഞ്ഞ ദിവസം ഇവിടെ സ്ഥാപിച്ച പ്രവേശന കവാടവും സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചു. പയ്യന്നൂർ ടൗണിൽ ടാക്സി സ്റ്റാൻഡിന് സമീപത്താണ് പാവൂർ ഗുരുനാഥൻ സമാധി സ്ഥലം. ഇതിന്റെ പരിസര പ്രദേശങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം വർദ്ധിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ഉയർന്നുവരുന്നതിനിടയിലാണ് സാമൂഹ്യ വിരുദ്ധർ കഴിഞ്ഞ ദിവസം സമാധി സ്ഥലത്തേക്കുള്ള പ്രവേശന കവാടത്തിനായി നിർമ്മിച്ച ഗേറ്റ് നശിപ്പിച്ചത്. മദ്യപാനികൾ ഉൾപ്പെടെയുള്ളവർ രാത്രികാലങ്ങളിൽ സമാധി സ്ഥലത്തിന് ഭീഷണിയായി തീർന്നിരിക്കുകയാണെന്നും ഇതിനെതിരെ പയ്യന്നൂർ പോലീസിൽ പരാതി നൽകിയെന്നും ഇവർ പറഞ്ഞു. ഇതിനു മുന്നും ഇതേപോലെ സ്ഥാപിച്ച ഗേറ്റ് ആരോ നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ സാമൂഹ്യ വിരുദ്ധന്മാരുടെ ശല്യം കാരണം നമുക്ക് അതിൻ്റെ അകത്ത് ഒരു ഇതും നടത്താൻ കഴിയുന്നില്ല. കച്ചറകളും എല്ലാം എന്ന് പറഞ്ഞാൽ വെള്ളടിച്ച് അതിൻ്റെ കുപ്പി വരെ അതിൻ്റെ അകത്താണ് ഇടുന്നത്. ഇതിനെതിരെ പ്രതികരിക്കാൻ വേണ്ടി നമ്മൾ ചെറുപ്പക്കാർ ഇന്ന് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിന് പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതിന് വേണ്ടുന്ന തക്ക നടപടി സ്വീകരിക്കണമെന്ന പോലീസ് ഇൻസ്പെക്ടറോട് അപേക്ഷിച്ചിരിക്കുകയാണ്. സമാധി സ്ഥലത്തേക്ക് മാത്രം പ്രവേശിക്കുവാനുള്ള സ്ഥലത്താണ് ഇത്തരത്തിൽ സാമൂഹ്യ വിരുദ്ധർ പ്രവേശിക്കുന്നതെന്നും ഇതിനെതിരെ ശക്തമായ നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്നുമാണ് ഇവരുടെ ആവശ്യം.
ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. യുവകലാസാഹിതി സംഘടിപ്പിക്കുന്ന സാംസ്കാരിക യാത്രയ്ക്ക് ജനുവരി 10 കാഞ്ഞങ്ങാട് തുടക്കമാകും. സംസ്ഥാന പ്രസിഡന്റ് ആലങ്കോട് ലീലാകൃഷ്ണൻ നയിക്കുന്ന ജാഥയ്ക്ക് 11 പയ്യന്നൂരിൽ സ്വീകരണം നൽകും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ആലങ്കോട് ലീലാകൃഷ്ണനാണ് സംസ്ഥാന പ്രസിഡന്റ്. ആലങ്കോട് ലീലാകൃഷ്ണനാണ് ജാഥ ക്യാപ്റ്റൻ. സംസ്ഥാന ജനറൽ സെക്രട്ടറി PM സതീശനാണ് അതിൻ്റെ വൈസ് ക്യാപ്റ്റൻ. പിന്നെ അതിൻ്റെ ഡയറക്ടറുകളൊക്കെ ആയിട്ട് ഒരു 10-20ഓളം സാംസ്കാരിക നായകന്മാരും ഈ ജാഥയിലെ അംഗങ്ങളാണ്. ദേശീയത, മാനവികത, ബഹുസ്വരത എന്നീ ആശയങ്ങൾ മുൻനിർത്തിയാണ് യുവകലാസാഹിതി സാംസ്കാരിക യാത്ര സംഘടിപ്പിക്കുന്നത്. ജനുവരി 10 മുതൽ 22 വരെ കാഞ്ഞങ്ങാട് മുതൽ തിരുവനന്തപുരം വരെയാണ് സാംസ്കാരിക യാത്ര സംഘടിപ്പിക്കുന്നത്. യുവകലാസാഹിതി സംസ്ഥാന പ്രസിഡന്റ് ആലങ്കോട് ലീലാകൃഷ്ണൻ ക്യാപ്റ്റനായുള്ള ജാഥയിൽ EM സതീശൻ, TU ജോൺസൺ, ശാരദാ നസീർ, CV പൗലോസ്, കുരീപ്പുഴ ശ്രീകുമാർ, വയലാർ ശരചന്ദ്രവർമ്മ, ശാരദാ മോഹൻ, AP അഹമ്മദ് തുടങ്ങിയവർ അംഗങ്ങളാണ്. ജനുവരി 10 കാഞ്ഞങ്ങാട് നിന്നും ആരംഭിക്കുന്ന യാത്രയ്ക്ക് ജനുവരി 11 രാവിലെ 11 മണിക്ക് പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ സ്വീകരണം നൽകും. സാഹിത്യ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിക്കുമെന്നും ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. സ്വീകരണത്തെ തുടർന്ന് സാംസ്കാരിക യാത്രയോടൊപ്പം യുവകലാസാഹിതി സംഘം അവതരിപ്പിക്കുന്ന കലാപരിപാടികളും അരങ്ങേറും. തൃക്കരിപ്പൂർ മുനവീർ സിറ്റി സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു. ആയിരങ്ങൾ സാക്ഷിയായ കലാശക്കളിയിൽ ഹീറോസ് ഒളവറയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്ത് ഹിറ്റാച്ചി FC തൃക്കരിപ്പൂർ ജേതാക്കളായി. കളിക്കു മുൻപായി ചന്തേരി SA വിപിൻ ചന്ദ്രൻ കളിക്കാരുമായി പരിചയപ്പെട്ടു. തൃക്കരിപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫ്ലഡ് മിനി സ്റ്റേഡിയത്തിൽ 2 ആഴ്ചക്കാലമായി നടന്നുവരുന്ന മുനവീർ സിറ്റി സെവൻസിലെ ഫൈനലിസ്റ്റുകളായ ഹീറോസ് ഒളവറയും ഹിറ്റാച്ചി FC തൃക്കരിപ്പൂരും ഏറ്റുമുട്ടിയ ഫൈനലിന് ദൃക്സാക്ഷികളാകാൻ ആയിരങ്ങളാണ് സ്റ്റേഡിയത്തിലെത്തിയത്. കളിയിലുടനീളം ഹിറ്റാച്ചിയുടെ മുന്നേറ്റത്തിനു മുന്നിൽ കിട്ടിയ അവസരം പാഴാക്കുകൂടിയായപ്പോൾ ഇടവേളയ്ക്ക് മുൻപ് തന്നെ 2 ഗോളുകൾ നേടി ഹിറ്റാച്ചി മുന്നിട്ടു നിന്നു. നിരവധി നല്ല അവസരങ്ങൾ ഹീറോസ് ലക്ഷ്യം കാണാതെ പാഴാക്കി. കളി അവസാനിക്കാൻ മിനിറ്റുകൾ ബാക്കി നിൽക്കെ ഹിറ്റാച്ചിയുടെ റിസ്വാൻ നേടിയ 3ാമത്തെ ഗോളോടുകൂടി ഹീറോസിന്റെ പ്രതീക്ഷ മങ്ങി. റെഫറിയുടെ നീണ്ട വിസിലോടെ എതിരില്ലാത്ത 3 ഗോളിന് ഹിറ്റാച്ചി വിജയകിരീടമണിഞ്ഞു. വിജയികൾക്കുള്ള പ്രൈസ് മണിയും ട്രോഫിയും ക്ലബ്ബ് ഭാരവാഹികൾ ഏറ്റുവാങ്ങി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കൊക്കാനിശ്ശേരി യുണീക്ക് വായനശാല ഗ്രന്ഥാലയം രജത ജൂബിലി ആഘോഷ സമാപനവും കോൽക്കളി സംഘം അരങ്ങേറ്റവും ജനുവരി 10 നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. നമ്മൾ ഈ ഒരു വർഷം കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു വർഷത്തിൽ മാസം 1-2 പരിപാടികളായിട്ട് വിവിധ പരിപാടികളാണ് നമ്മൾ നടത്തിയത്. അതിൻ്റെ സമാപനമാണ് ഈ വരുന്ന. പയ്യന്നൂരിന്റെ സാംസ്കാരിക രംഗത്ത് ദിശാബോധത്തോടെ പ്രവർത്തിച്ചു വരുന്ന യുണീക്ക് ഗ്രന്ഥാലയം ആൻഡ് വായനശാല രജത ജൂബിലി ആഘോഷം ഒരു വർഷമായി വൈവിധ്യങ്ങളായ പരിപാടികളോടെ നടന്നുവരികയാണ്. ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച 40 അംഗങ്ങൾ പങ്കെടുക്കുന്ന ചരടുകുത്തി കോൽക്കളിയുടെ അരങ്ങേറ്റവും രജത ജൂബിലി സമാപന സമ്മേളനവും ജനുവരി 10 വ്യാഴാഴ്ച വൈകുന്നേരം 4 മണിക്ക് പയ്യന്നൂർ ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ സംഘാടക സമിതി ചെയർമാൻ പോത്തേരകൃഷ്ണന്റെ അധ്യക്ഷതയിൽ TV രാജേഷ് MLA ഉദ്ഘാടനം ചെയ്യും. പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോൽ മുഖ്യാതിഥിയാകും. കേരള ഫോക്ലോർ അക്കാദമി സെക്രട്ടറി കീച്ചേരി രാഘവൻ അരങ്ങേറ്റ ദീപം തെളിയിക്കും. സപ്ലിമെന്റ് പ്രകാശനം ലൈബ്രറി കൌൺസിൽ ജില്ലാ സെക്രട്ടറി PK ബൈജു നിർവഹിക്കും. വിവിധ മേഖലകളിലെ പ്രമുഖർ ചടങ്ങിൽ ആശംസയർപ്പിച്ച് സംസാരിക്കും. തുടർന്ന് ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ് ശിവകുമാറിന്റെ നേതൃത്വത്തിൽ പരിശീലനം നേടിയ ചരടുകുത്തി കോൽക്കളി അരങ്ങേറും. മുന്നോടിയായി രാവിലെ 8 മണിക്ക് പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ കോൽക്കളി സേവ നടക്കുമെന്നും ഭാരവാഹികളായ MK രാജൻ, KV സത്യനാഥൻ, KV പത്മനാഭൻ, KP ചന്ദ്രൻ, മണിയറ രാജൻ എന്നിവർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. കരിവെള്ളൂർ തെരു ശ്രീ മഠപ്പള്ളി സോമേശ്വരി ക്ഷേത്രം കളിയാട്ട മഹോത്സവം സമാപിച്ചു. സമാപന ദിവസം അരങ്ങിലെത്തിയ മൂവാളംകുഴി ചാമുണ്ടിയെ ദർശിക്കാൻ നിരവധി പേരാണ് ക്ഷേത്രത്തിലെത്തിയത്. കരിവള്ളൂർ തെരു ശ്രീ മഠപ്പള്ളി സോമേശ്വരി ക്ഷേത്ര കളിയാട്ട മഹോത്സവത്തിന് സമാപനമായി. അവസാന ദിവസം നടന്ന മൂവാളംകുഴി ചാമുണ്ടി തെയ്യം കാണാൻ വൻ ഭക്തജന തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത്. തെയ്യപ്രപഞ്ചത്തിലെ ഉഗ്രപ്രതാപിനിയായ മഹാദേവിയാണ് മൂവാളംകുഴി ചാമുണ്ടി. പത്മശാലീയ സമുദായം അകം നിറഞ്ഞാരാധിക്കുന്ന മഹാദേവി കൂടിയാണ് തൃക്കണ്യാവിൽ ഉദയം ചെയ്ത ഈ ദേവി.
ഉഗ്രകോപിഷ്ഠിയായ ദേവിയെ ഒരിക്കൽ ഇടമനത്തന്ത്രി ആവാഹിച്ച് ചെമ്പുകിടാരത്തിൽ ഒതുക്കുകയും മണ്ണിൽ ആഴത്തിൽ കുഴിച്ചിടുകയും ചെയ്തുവത്രേ. എന്നാൽ 4 നാഴിക തികയും മുൻപേ ഭൂമി കുത്തിപ്പിളർന്ന് 3 വാളുകളോടുകൂടി ദേവി പ്രത്യക്ഷമായി. നാട്ടിലെങ്ങും ദുശകുനങ്ങൾ പടർന്നു. നാടും നാട്ടുകൂട്ടവും തൃക്കണ്യാവിലപ്പന്റെ മുൻപിൽ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് തൊഴുതു പ്രാർത്ഥിച്ചു. ഭഗവാന്റെ നിർദ്ദേശപ്രകാരം മൂളംകുഴി ചാമുണ്ടിക്ക് തൃക്കണ്യാവിലപ്പൻ വലതുഭാഗത്ത് നീരും പൂവും വീഴ്ത്തി ആരൂഢമൊരുക്കി. അസുരവിത്ത് നാശിനിയായ ഈ ദേവി നെഞ്ചുതൊട്ട് വിളിക്കുന്നവർക്ക് വരദായിനിയാണെന്നാണ് സങ്കല്പം. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. പാണപ്പുഴ EMS ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ CK രാഘവൻ അനുസ്മരണം ജനുവരി 10 വ്യാഴാഴ്ച വൈകിട്ട് 5 മണിക്ക് EMS ഗ്രന്ഥാലയത്തിൽ നടക്കും. ഇനി മാറ്റൊലി. ഹർത്താലിൽ പൊതുസ്വത്തുക്കൾ നശിപ്പിക്കുന്നത് ശിക്ഷ ജീവപര്യന്തമാക്കുമെന്ന ഹൈക്കോടതി നിർദ്ദേശത്തെക്കുറിച്ചുള്ള പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ. ഒരു ബന്ധമുണ്ട്. പൊതുമുതൽ നശിപ്പിക്കാൻ പാടില്ല. നമുക്ക് സമരം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതെന്ന് പറഞ്ഞാൽ പൊതുമുതൽ നശിപ്പിച്ചിട്ടോ വീട് ആക്രമിച്ചിട്ടോ അങ്ങനെയെല്ലാം ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാം സമരം ചെയ്യുന്ന കൂട്ടത്തിൽ ആ സമരം നമ്മളെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ സമരം ചെയ്യും. കൂലിക്കായാലും ഏതിനായാലും. അപ്പോൾ പോയിട്ട് ആരെങ്കിലും വീട് തകർക്കലോ നേതാക്കന്മാരെ കാറ് തെച്ച് പൊളിക്കലോ അല്ല അതിന് പരിഹാരം. ജീവപര്യന്തം കിടക്കണം തന്നെ നമ്മുടെ അഭിപ്രായവും. കാരണം വെച്ചാൽ 1 2 നമ്മളും പല സമരങ്ങളും നടത്തിയിട്ടുണ്ട്. കാരണം ഇവർ ഒരാൾ മരിച്ചു, ആത്മഹത്യ ചെയ്തു, അതിനും സമരം, ഹർത്താൽ, ലോകമെമ്പാടുള്ള ഹർത്താൽ. ഇങ്ങനെയെല്ലാം ആയാലും ഇത് മുന്നോട്ട് പോകാൻ വളരെ പ്രയാസമുണ്ട്. കാരണം നമ്മൾ ഇത് എന്ത് സമരമാക്കിയാലും മറ്റുള്ളവരെ ദ്രോഹിച്ചിട്ടില്ല ഒരു നടപടി നമ്മൾ എടുക്കലില്ല. നമ്മുടെ ഈ സമരമുറകളിൽ പൊതുമുതൽ നശിപ്പിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാന ഘടകമായിട്ട് സമര നേതാക്കന്മാർ അനുയായികളെ ഉദ്ബോധിപ്പിക്കുന്നതും അവർ ചെയ്തു വരുന്നത്. ഇത് നമ്മുടെ നാട്ടിൻ്റെ തന്നെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയായിട്ട് മാറിയിട്ടുണ്ട്. കോടതികൾ ഇത് നിരോധിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ശക്തമായ ഒരു നിലപാട് ഇതിനെതിരെ വന്നിട്ടുണ്ട്. കാരണം ജീവപര്യന്തം തടവ് വരെ ഇതിനെതിരെ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഏറ്റവും നല്ല ഒരു തീരുമാനമാണ്. ആ ആശയങ്ങളും ആ നിയമത്തിനും എതിരായിട്ടാണ് നമ്മുടെ പ്രക്ഷോഭങ്ങളും സമരങ്ങളും. അല്ലാതെ കണ്ട് ജനങ്ങളോടോ അല്ലെങ്കിൽ പൊതുമുതലോടോ അല്ല നമ്മുടെ സമരങ്ങൾ. അല്ലെങ്കിൽ അത്തരം അക്രമങ്ങളോ കാര്യങ്ങളോ ഒരു തരത്തിലും വെച്ച് പൊറുപ്പിക്കാൻ പറ്റൂല. അത് ഏത് ഭാഗത്തുനിന്ന് വന്നാലും അത് ശരിയായിട്ടുള്ളൊരു നടപടിയല്ല. പക്ഷേ എന്ന് പറഞ്ഞാൽ ഇതിൽ വരുന്ന ജനങ്ങളുടെ വികാര പ്രകടനത്തിൻ്റെ ഭാഗമായിട്ടാണ് ചില അക്രമങ്ങൾ ഉണ്ടായി വരുന്നത്. ഇപ്പോൾ കേരളത്തിൽ അടിക്കടി ഉണ്ടായ ഹർത്താലുകളുടെ മറവിൽ കേരളത്തിലെ KSRTC ബസ്സുകൾ ആകമാനം എറിഞ്ഞു തകർക്കുന്ന ഒരു നിലപാട് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങൾ നമുക്ക് നോക്കിക്കാണുമ്പോൾ പൊതുമുതൽ നശിപ്പിക്കുന്നതിനായുള്ള കർശനമായ നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് നമുക്ക് അഭികാമ്യമായ ഒരു വിഷയമായി പറയാവുന്നതാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ദ്വിദിന പണിമുടക്ക് ഒരു ദിനം പിന്നിട്ടു. വിവിധ കേന്ദ്രങ്ങളിൽ സമരാനുകൂലികൾ ട്രെയിൻ തടഞ്ഞു. തളിപ്പറമ്പിൽ വൻ കഞ്ചാവ് വേട്ട. വാഹന പരിശോധനയ്ക്കിടെ കാറിൽ കടത്തുകയായിരുന്ന വൻ കഞ്ചാവ് ശേഖരവുമായി 2 പേരെ പോലീസ് പിടികൂടി. പരിയാരം മെഡിക്കൽ കോളേജ് പൂർണ്ണമായും സർക്കാർ മെഡിക്കൽ കോളേജ് ആക്കുന്നതിനുള്ള നിയമനിർമ്മാണം വൈകിയേക്കും. സഹകരണ നിയമത്തിലെ ചില നിബന്ധനകളാണ് തീരുമാനം വൈകിപ്പിക്കുന്നത്. അധ്യാപികയുടെ വീടിന് നേരെ ബോംബെറിഞ്ഞ സംഭവം. ബോംബ് സ്ക്വാഡ് സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചു. സംഭവത്തിന്റെ ദുരൂഹത കണക്കിലെടുത്ത് പ്രദേശത്ത് പോലീസ് സുരക്ഷ ശക്തമാക്കി. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലെ ബൈക്ക് പാർക്കിംഗ് ഷെഡ് മേൽക്കൂരയുടെ ഷീറ്റുകൾ കീറി നശിപ്പിച്ച നിലയിൽ. 3 ദിവസം മുൻപാണ് ഷെഡ് പുതുക്കിപ്പണിഞ്ഞത്. ഇതോടെ വാർത്താനേരം പൂർണ്ണമാകുന്നു. നമസ്കാരം.